ഞാൻ കറുത്തൂലേ വെളുത്തു. ഹേ ഗൈസ്, വെൽക്കം ടു ഗ്ലാമർ. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ പിറന്നാളാണ്. ബർത്ത്ഡേ അല്ല, പിറന്നാളാണ്. രണ്ടും ഒന്നാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പിറന്നാൾ കൊണ്ട് ഞാൻ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജനിച്ച നാൾ അത് ഇന്നാണ്. മീനമാസത്തിൽ ചതയം നാൾ. അത് ആ ഒരു നാള് ഒരു പ്രത്യേകതരം നാളാണ്. അപ്പോൾ ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടേക്കാം. ഞാൻ ഇങ്ങനത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടേക്കുന്നത് എനിക്ക് എന്നെ ശ്വാസം മുട്ടുന്നു, വീർപ്പുട്ടുന്നു. പോയി വന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് എത്രയും പെട്ടെന്ന് വീട്ടിൽ വന്നിട്ട് ഇതൊന്ന് ഒരു കളഞ്ഞ് എറിഞ്ഞാൽ മതി എന്നാണ് ഇപ്പം എൻ്റെ മൈൻഡിൽ. അപ്പം നമുക്ക് എന്തായാലും റെഡി ആവാം. എന്തായാലും എനിക്ക് ഭയങ്കര വീർപ്പ് കൂട്ടുന്നു, ഇവിടെയൊക്കെ എന്നെ പിടിച്ചു വയ്ക്കുന്ന പോലെയുണ്ട്. അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. എനിക്ക് വേറെ എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വയ്യ ഇത് എടുത്തുകൊണ്ട്. അപ്പം ഞാൻ എല്ലാ സാധനങ്ങളും ഇവിടെ ഒന്ന് നിരത്തി വയ്ക്കട്ടെ. അപ്പം നമുക്ക് നമ്മുടെ ലിപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ന് പല്ല് ഡോക്ടറെ അടുത്ത് പോയായിരുന്നു. ഈ പല്ല് ഒന്നിൻ്റെ മേലെ ഒന്ന് കയറിപ്പോന്നു. അപ്പോൾ ഇവിടെ ഒരു വലിയ ഗ്യാപ്പ് ഇട്ട് തന്നു ഡോക്ടർ. ഇനി ആ ഗ്യാപ്പിലേക്ക് എല്ലാ പല്ലിനും നിരത്തി അറേഞ്ച് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്ന ആൾ. എൻ്റെ പല്ലിൽ ഈ ഡോക്ടർ ഒരു താജ്മഹൽ പണിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരു 3-4 കൊല്ലമായി ഞാൻ ഈ ക്ലിപ്പ് ഇട്ടിട്ട് പിന്നാലെ അടങ്ങുന്നത്. അത് എൻ്റെ മിസ്റ്റേക്കാണ്. എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിൽ ഞാൻ പലയിടത്ത് ചെല്ലുന്നില്ല. ഒന്നില്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞ് ആ ഒരു പല്ല് ലെവലായി കഴിയുമ്പോൾ ചെല്ലണം. പക്ഷെ ഞാനിത് ലേറ്റായിട്ട് ചെല്ലുന്നതുകൊണ്ട് അടുത്തതിൻ്റെ മേലെ കയറി പോവാം. ഇപ്രാവശ്യം എന്തായാലും ഞാൻ പിടിക്കും. സ്കാർലെറ്റ് റഷ് R01. എന്തായാലും എനിക്ക് ആദ്യമായിട്ട് എനിക്ക് ചേരുന്ന ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിപ്പം ഞാൻ ഇതെല്ലാം ഇട്ട് തീർക്കാനാണെന്ന് എനിക്കൊരു പിടിയില്ല. ഇച്ചിരി ഓവറാണോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. എന്താ ഫേസ് ബ്രൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്ന പോലെ ഉണ്ടല്ലേ. ഞാൻ കണ്ണ് കുറേ നാൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ഐലൈനർ എഴുതാൻ പോകുന്നത്. ഞാൻ കണ്ണിലൊന്നും ചെയ്യാറില്ല. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് ഡ്രസ്സ് ഇടും, മുടി കെട്ടും, അതേപോലെ തന്നെ ലിപ്സ്റ്റിക്ക് ഇടും. വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല. അപ്പം എന്തായാലും ഇന്ന് നല്ലപോലെ റെഡി ആവണം. ഒരു നല്ല ഫോട്ടോ എടുക്കണമെന്നുണ്ട്. എല്ലാവരും പറയുന്നത് എൻ്റെ മനുഷ്യക്കോലത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സോ അവർക്കെല്ലാവരുടെയും പരാതി നമുക്കിത് തീർത്തു കൊടുക്കാം. പക്ഷേ ഇത് എനിക്ക് ഫോണിൽ നോക്കിയിട്ട് കണ്ണെഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഞാൻ കണ്ണെഴുതാം. അപ്പോൾ എന്നിട്ട് ഞാനൊരു വീഡിയോ എടുക്കാം പുറത്തു നിന്ന്. ഇത് റെനി മിഡ് നൈറ്റിൻ്റെ കാജലാണ്. ഇത് ഞാൻ മേടിച്ചപ്പോൾ എനിക്ക് ഷാർപ്നർ കിട്ടിയില്ല. സോ ഞാൻ ഇത് തീരാതിരിക്കാനായിട്ട് പയ്യെ എഴുതുന്നത്. കണ്ട് എഴുതാറില്ല, അതുകൊണ്ടാണ് ഇത് കുറേ നാളായി മേടിച്ചിട്ട്. കൊള്ളാല്ലേ.
എനിക്കിത് ഇനി കുറച്ച് കഴിഞ്ഞൊന്ന് സ്ട്രെയിറ്റ് ചെയ്യണം. നമുക്ക് ഇതിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡ് ഇത്. ബാക്കിയുള്ളത് എന്തിനാണെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഐഷേഡ് പോലെ ഇടാനുള്ളതെന്ന് പറയാം, പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നില്ല. റെഡി ആവട്രാ. ഇത് എൻ്റെ ലൈഫിൽ ഞാൻ ഈ വളയും മാലൊന്നും ഇട്ടിട്ടില്ല. കമ്മലിൻ്റെ റീസെൻ്റ് ആയിട്ട് ഞാൻ ഇടാൻ തുടങ്ങി തന്നെ ഈ വളയൊന്നും ഞാൻ ഇട്ടുകൊടുക്കുക. ഇതെൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ എൻ്റെ പാർട്ടിക്ക് ഞാൻ ഇട്ടതായിരുന്നു. പിന്നെ ഞാൻ ഈ സംഭവം കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഇതെങ്ങനെയാണ് പിന്നെ വെള്ളയാവും? ഇത് കുത്തിക്കയറും, ഇടയ്ക്കിടയ്ക്ക് കുത്തിക്കയറും. എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ. ഈ കമ്മൽ വേണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ കൂടെ ചേരുന്നില്ല. ഇത് പാർട്ടി വെയറിൻ്റെ കൂടെ ചേരുന്ന കമ്മലാന്ന് തോന്നുന്നു. ഞാൻ ഈ ഒരു കമ്മൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സ് മേടിച്ചു. ഈ ഒരു കമ്മൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ യെല്ലോ കളറിലൊരു കുർത്ത സെറ്റ് മേടിച്ചു ഈ കമ്മൽ ഇടാൻ വേണ്ടിയിട്ട്. ഹെയർ എങ്ങനെ കിട്ടണം എന്നൊരു പിടിയില്ല. എന്നാലും നമുക്ക് അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് കിട്ടേണ്ടത് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇതൊക്കെ എൻ്റെ ഇയറിങ്സാണ്. ഇത് എല്ലാവരും കുറച്ച് വലിയ ടൈപ്പാണ്. സ്റ്റഡ്സൊക്കെ ഞാനൊരു വേറൊരു ബോക്സിലാണ്, അത് കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ വേറൊരു ബോക്സിൽ വെച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ ഇയറിങ്സ് കളക്ട് ചെയ്തിരിക്കുന്ന ബോക്സ് അല്ല. എൻ്റെ വേറൊരു മോഡലുണ്ട്, ഒരു സ്ക്വയർ ടൈപ്പ്. അതിൽ 2 പാർട്ടായിട്ട് അതിൽ കുറേ കുഞ്ഞു ബോക്സസ്. നല്ല രസമൊക്കെ കാണാം. പിന്നെ ഇത് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ കൊണ്ടുവരാൻ എളുപ്പത്തിന് ഞാൻ ഇതിലെടുത്ത് വെച്ചതാണ്. ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോ ഇടുന്നൊരു പിടിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. ഹേ ഗൈസ്, അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇതിൻ്റെ അനിയത്തിയാണ്. പേര് പറ. നന്ദന കൃഷ്ണ PU. അപ്പം ഇതെങ്ങനെയാണ് സംഭവമൊന്നും മനസ്സിലാവുന്നില്ല. എന്നാലും ഇവിടേക്ക് എന്തൊക്കെയോ കുത്തിക്കയറുന്നുണ്ട്. കുഴപ്പമില്ല, പോയി വന്ന് വേഗം കഴിച്ച് കളഞ്ഞാൽ മതി. അതപ്പം മൈൻഡിൽ ഓടിക്കൊണ്ടേയിരിക്കുന്നത്. ഇതൊരു കൊറിയൻ ഫാൻ ഗേളാണ്. ലുക്ക് നോക്കാം, ഔട്ട്ഫിറ്റ്സ് ഒക്കെ നോക്കാം. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞ് പുറത്ത് വന്നിരിക്കുകയാണ്. ബാക്കിയുള്ളവരും കൂടെ റെഡി ആയിട്ട് ഇറങ്ങി വരണം, എന്നിട്ട് വേണം നമ്മൾ പോവാൻ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ബെസ്റ്റ്.
ഈ കമ്മല് മേടിച്ചിട്ട് 2 കൊല്ലമാവുന്നു. പക്ഷേ ആദ്യമായിട്ട് ഇപ്പോഴാണ് ഇടുന്നു ഞാൻ. നല്ല രസമുണ്ടല്ലോ. ഒരു സുഖമില്ല ഇതിട്ടിട്ട് ഇരിക്കാനായിട്ട്. അവിടെ എത്തുമ്പോഴേക്കും മേലെ തുണി ഉണ്ടായാൽ മതി. ഇപ്പം തന്നെ അഴിഞ്ഞു പോകാറായിട്ടാണ് നിൽക്കുന്നത്. എവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ട് പല്ല് പൊട്ടിപ്പോയി. അഞ്ചാറ് മണിക്കൂറായിട്ട് ഇവിടെ അവർ റെഡി ആയിട്ട് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുക. ഇതുവരെ റെഡി ആയിട്ട് ചെറുപ്പ് തരാണ്ട് പിന്നെ ഞാൻ എങ്ങനെ റെഡിയാണ് വീട്ടിൽ ചെറുപ്പ് വെച്ചിട്ട് വന്നു. ഹേ ഗൈസ്, അപ്പം നമ്മൾ ഇറങ്ങി. എന്നെ കണ്ടില്ലല്ലോ ഗൈസ്, ഞാനിവിടെ ഉണ്ട് ഗൈസ്. രാത്രിയായി തുടങ്ങി. നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. എൻ്റെ റെഡി ആവലൊക്കെ ഫസ്റ്റ് കഴിഞ്ഞു. പക്ഷേ ഇവിടെ ആദ്യം റെഡി ആവലും കുളിക്കലും ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും ലാസ്റ്റ് റെഡിയായി ഇറങ്ങി വന്ന ആളാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഹോട്ടലിൽ കയറി ഒരു നെയ്റോസ്റ്റും ഒരു മസാല ദോശയും അതേപോലെ ഒരു വെറൈറ്റി ആയിട്ട് ദോശയുടെ ഉള്ളിൽ ഐസ്ക്രീം ഫിൽ ചെയ്തിട്ടൊരു സംഭവം കൊണ്ടുവന്നായിരുന്നു. അതും ട്രൈ ചെയ്തു. ഞങ്ങളിങ്ങനെ എല്ലാം ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. പോട്ടെ, ഞാൻ പോട്ടാടാ. നിനക്ക് ആരെയും ചിക്കനൊക്കെ മേടിച്ചു തരാം. വേണ്ടേ വേണ്ടേ കറുത്തൂലേ വെളുത്തു. മോൻ്റെ ഞാൻ നാളെ പോടാ. ജിയാൻ്റെ അടുത്ത് പറയണോ? ജിയ അവന്റെ ഗേൾ ഫ്രണ്ട്. അപ്പോൾ ആർക്കും വിശക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ വാരി തന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. അപ്പോൾ നാളെ ഞാൻ അവൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.